നമസ്കാരം. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഒരു കാലത്തും നിങ്ങളെ കാണിക്കാനിടയില്ലാത്ത രണ്ട് ഫോട്ടോകളാണ്. പാലക്കാട് മത്സരിക്കുന്ന യൂത്ത് വ്യാജന്റെ ഇരട്ട മുഖം വെളിവാകുന്ന ഫോട്ടോസാണ് നിങ്ങളെ കാണിക്കുന്നത്. കാര്യം, ഒരു വ്യക്തിയുടെ കാപട്യം ജനങ്ങളെ തുറന്നു കാട്ടി കൊടുക്കണമല്ലോ. വ്യക്തി എന്നാൽ അഭിനയമല്ല. കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കിടയിൽ ഇരിക്കുന്നു, കുട്ടികളുമായി കൈകൊട്ടുന്നു, കുട്ടികളുമായി പ്രോമിസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വളരെ ശാന്ത സ്വഭാവിയായിട്ടുള്ള, വളരെ സൽസ്വഭാവിയായിട്ടുള്ള, വളരെ നിർമ്മലനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ ഈ ഫോട്ടോ നോക്കി. കഴിഞ്ഞ ദിവസം കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിനെ അടുത്ത് കണ്ടപ്പോഴുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നോട്ടമാണ്. നോക്കിയേ, എന്തൊരു രൗദ്രഭാഗം, എന്തൊരു പക. അതായത് കലിപ്പങ്ങോട്ട് തീരുന്നില്ല എന്ന രീതിയിൽ ഒരാളെ ചിറഞ്ഞ് പേടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയാണ്. നിനക്ക് വച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന രീതിയിൽ വിശ്വാസത്തിന്റെ, അതായത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തീർത്ഥം വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനിടയിൽ കണ്ണുകൊണ്ട് ഒരു സന്ദേശം കൊടുക്കാൻ ശ്രമിച്ചത്. ഒരു സ്റ്റിൽ ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞു. അതോടുകൂടിയാണ് കപടന്റെ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കിടയിൽ ഇരുന്ന് പ്രോമിസ് ചെയ്യുന്ന ഇത്രയും സിമ്പിളായ ഒരു ചെറുപ്പക്കാരനില്ല എന്നാണ്. ഇനി മറ്റൊരു ഫോട്ടോയും കൂടെ കാണിച്ചു തരാം. വിധേയത്വത്തിന്റെ ഒരു ഇരട്ട മുഖം. ഇതേ നോക്കിയേ, സുരേന്ദ്രനോടൊപ്പമാണ് നിൽക്കുന്നത്. സുരേന്ദ്രനോടൊപ്പം കൽപ്പാത്തിയിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ വണങ്ങി നിൽക്കുന്നു. എന്തോ താഴെ പോവാനുള്ളത് താങ്ങി നിർത്താൻ വേണ്ടി വണങ്ങി നിൽക്കുകയാണ്. ആ ചിത്രം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഗോൾവാൾക്കറിന്റെ ചിത്രങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന മുതലിന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള VD സംഗീശം പോയി ഇങ്ങനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടല്ലോ. അതേ വിനയത്തോടുകൂടി, അതേ ഭവ്യതയോടുകൂടി നോക്കൂ ഉള്ളി സുരയുടെ അടുത്ത് നിൽക്കുന്നത്. കണ്ടാൽ തോന്നും ഇതും മറ്റൊരു ഗോഡ് ഫാദർ ആണെന്ന്. അത്രമാത്രം വിനയം അങ്ങ് വാരി വിതറുകയല്ലേ. ഇതാണ് ഒരു വ്യക്തിയുടെ ഇരട്ട മുഖം എന്ന് പറയുന്നത്. നമ്മൾ ഈ അടുത്ത ദിവസം ഒരു കല്യാണ വീട്ടിൽ ഇരുവരും തമ്മിൽ പരസ്പരം വന്നപ്പോൾ സരിൻ അങ്ങോട്ട് പോയി സംസാരിക്കാനും കൈ കൊടുക്കാനും പരിശ്രമിച്ചപ്പോൾ മുഖം തിരിച്ച് നടന്നുപോയി നമ്മൾ കണ്ടല്ലോ. ആരോട് മാത്രമേ ഈർഷ്യയുള്ളൂ? BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഞങ്ങളാണെന്ന് നാക്കുകൊണ്ട് മാത്രം പറയുന്ന വ്യക്തികൾ. BJPക്കാരെ കണ്ടാൽ സുരേന്ദ്രന്റെ ഫോട്ടോ മാത്രം മതി എന്താണ് അവരോടുള്ള സമീപനമെന്ന്. സാധാരണഗതിയിൽ നമുക്കൊരാളോട് വിയോജിപ്പുണ്ടെങ്കിൽ സരിനോട് കാണിച്ചതുപോലെയാണ് കാണിക്കുന്നതെന്ന് പറയാം. പക്ഷേ വിയോജിപ്പുണ്ടെന്ന് പറയപ്പെടുകയും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന വ്യക്തികളുമായിട്ട് കണ്ടാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോ സ്വാഭാവികമായിട്ടും കപടനാണ്. ഫോട്ടോഷൂട്ടുകളിലൂടെ ഷാഫിയെ പോലെ തന്നെ ഒരു 916 ഉഡായിപ്പിനെ, അതായത് കൃത്രിമ രേഖ, ഈ നാട്ടിലെ പൗരന്റെ തിരിച്ചറിയൽ രേഖ വ്യാജമായി ഉണ്ടാക്കിയെടുത്ത ഒരാളെ മഹാനായിട്ട് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കണം, മനോരമയുടെയൊക്കെ പിണിയാളായിരിക്കണം. മനോരമ മുതലാളിമാരുടെ വീട്ടിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞ അതുവരെ ചെയ്യാൻ മടിയില്ലാത്തവരെ കുറിച്ച് ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയാലും മഹത്വവൽക്കരിച്ച് പറയത്തുള്ളൂ. എന്തായാലും ചില ദൃശ്യങ്ങൾ കള്ളം പറയത്തില്ല. ആ ദൃശ്യങ്ങൾ ചില ഉടായ്പകളെ തുറന്നു കാട്ടും. അങ്ങനെ ആ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് അവിടെ ഈ ആചാര ലംഘനം നടത്തി. എങ്ങനെ? ചെരുപ്പ് വരെ ഇട്ട് കയറിക്കൊണ്ട് ഫോട്ടോഷൂട്ടിനു വേണ്ടി അവിടെ രഥം വലിക്കാൻ നിന്നു. അതിനുശേഷം അകത്തേക്ക് കയറി ഇദ്ദേഹം ഈ തീർത്ഥം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് സരിന് അടുത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ പക കാട്ടിയത് അവിടത്തെ ആചാരമൂർത്തിയായിട്ടുള്ള വിശ്വനാഥന് പോലും സഹിച്ചില്ല. അദ്ദേഹം തന്നെ അങ്ങ് ഒറ്റി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കപട മുഖം ഇങ്ങനെ പുറത്തേക്ക് തെളിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ മഹാൻ. ഇത് മാത്രമാണ് ഈ മഹാൻ. ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ടുകൾ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ വഞ്ചിതരാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം, ഒരു ജനപ്രതിനിധി ആകാൻ വേണ്ട ഒരു ക്വാളിറ്റിയും ഇയാളിലില്ല. കാര്യം, ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചയാൾ അയാളെയും കൊണ്ട് തന്നെ ഇപ്പോ പാലക്കാട് എത്തി. അവിടെയും വോട്ടർ പട്ടികയിൽ വ്യാജന്മാരെ തിരികെ കയറ്റി എന്ന വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അടിമുടി വിജയിക്കാൻ വേണ്ടി വ്യാജത്തരം മാത്രം കാണിച്ച് പരിശീലിച്ച ഒരു വ്യക്തിയാണോ, സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ജനപ്രതിനിധിയായിട്ട് വേണ്ടത്? ചിന്തിക്കൂ. അതിന് നിങ്ങൾക്കൊരവസരം. പാലക്കാട് രഥോത്സവത്തോടനുബന്ധിച്ച് അവിടത്തെ മൂർത്തിയായിട്ടുള്ള വിശ്വനാഥൻ തന്നെ നിങ്ങളെ മുന്നിൽ തുറന്നു കാട്ടിത്തന്ന രംഗമാണിതെന്ന് പറയേണ്ടി വരികയാണ്.